അയ്യോ നവീൻ, നവീൻ എന്തു പറ്റി? നവീൻ എന്തു പറ്റി? നോക്കട്ടെ. അയ്യോ ചോര. അയ്യോ എന്താ ചെയ്യാ? നോക്കട്ടെ നവീൻ, ചോര നന്നായിട്ട് വരുന്നുണ്ടല്ലോ നവീൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ മോളെ? ആരോ ജനലിലെ ചില്ലിൽ വന്നടിച്ചു. ചില്ല് തെറിച്ചു വീണതാ. അയ്യോ കയ്യില് മുറിവുണ്ടല്ലോ. ഞാൻ മരുന്നെടുത്തോണ്ട് വരാം. പുറത്താരോ ഉണ്ടെന്ന് തോന്നുന്നു മേഡം. അത് ചിലപ്പോ വവ്വാലോ വല്ലതും വന്നിടിച്ചായിരിക്കും. ഈ നരിച്ചീരുണ്ടല്ലോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടത്തോടെ വരാറുണ്ട്. നരിച്ചീറ് എനിക്കറിയാം. അതിങ്ങനെ ജനൽ ചില്ലൊക്കെ തകർക്കോ? ശരി നവീൻ, ഇപ്പോ ഈ മരുന്നൊന്ന് വെക്കേ, ഞാൻ പുറത്തു പോയി നോക്കിയിട്ട് വരാം. ഈ മരുന്ന് നവീന് പുരട്ടി കൊടുക്കുക ഗാഥാ മാഡം. എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഈ നരിച്ചീറിന്റെ കഥയൊന്നും എനിക്കത്ര വിശ്വാസം പോരാ. മമ്മി പോയിട്ടുണ്ടല്ലോ, നോക്കിക്കോളൂ. ആ, തന്റെ വീടിനെ കുറിച്ച് താൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാനെന്ത് പറയാനാ? എന്താ നീ കാണിക്കുന്നേ? ഇങ്ങ വന്നേ, നിന്നോട് വരാല്ലേ പറഞ്ഞേ. വിട, മിണ്ടില്ലേ, വിടാ മോളെ, ഒന്ന് വരാ മേഡം. വന്നേ, എന്തൊക്കെ പ്രാന്ത നീ കാണിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മമ്മി ചെയ്തതുപോലെ അവൾക്ക് ആശംസകളൊക്കെ നേർന്ന് മുറി പോയി കിടന്ന് ഉറങ്ങണോ? മോളെ, സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നീ സംസാരിക്കരുത്. നവീനെ അവളെ ഒരു മുറിയിൽ അടച്ചിട്ട് എന്ത് സിറ്റുവേഷനെ കുറിച്ചാ മമ്മി പറയുന്നത്? ഗാഥ മാഡം, മാം ഇതിനിടെ കിടന്ന് എന്തുമാത്രം ഒരുക്കുന്നുണ്ടെന്ന് ഗാഥ മാഡം എന്താ മനസ്സിലാക്കാത്തെ? ചേച്ചി, എനിക്ക് മനസ്സിലാവില്ല. എന്റെ നവീനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം നിങ്ങളിൽ ആര് പറഞ്ഞാലും അതിന്റെ ന്യായം വലുതായാലും എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമിക്കാവോ? ആ നവീന്റെ കയ്യില് ആ മരുന്നൊന്ന് വെച്ച് കഴിയട്ടെ. ഇപ്പൊ നീ കാരണമാണ് നവീന്റെ കയ്യിൽ അങ്ങനെ ഒരു മുറിവ് സംഭവിച്ചതന്നെ.